കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില നാളുകൾക്ക് ശേഷം വീണ്ടും ദൈവവചനവുമായി കടന്നു വരുവാൻ ഇടയായതിൽ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് യിരെമ്യാ പ്രവചനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വേദവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം, ചിന്തിക്കാം. യിരെമ്യാ പ്രവാചകൻ എഴുതിയ ഒരു ഭാഗമാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനം ബാബേലിലേക്ക് അഥവാ പ്രവാസത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ദൈവം തൻ്റെ ദാസന്മാരായ യെശയ്യാ പ്രവാചകനെയും യിരെമ്യാ പ്രവാചകനെയും അയച്ച് ദൈവാലോചന ദൈവത്തിൻ്റെ ജനമായി ഇസ്രായേലിനെ അറിയിച്ചു. നിങ്ങൾ ബാബേലിലേക്ക് പോകേണ്ടി വരും, അതുകൊണ്ട് അങ്ങനെ ഇടയാകാതിരിക്കണമെങ്കിൽ ദൈവവഴി പ്രമാണിച്ചുകൊണ്ട് ദൈവവചനമനുസരിച്ച് ജീവിക്കണമെന്ന് അവർക്ക് പല ആവർത്തി ദൈവദാസന്മാരാൽ ഈ പ്രവാചകന്മാർ അവർക്ക് ആലോചന നൽകിയെങ്കിലും അവർ പലപ്പോഴും അതിനോട് വിമുഖത കാണിക്കുകയും ദൈവവചനത്തോടും ദൈവത്തോടും മാറുന്നതിൻ്റെ ഫലമായി അവർ ബാബേലിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ദൈവം എപ്പോഴും മനുഷ്യനോട് ഇടപെടുമ്പോൾ അവർക്കൊരവസരം നൽകുന്നു എന്നുള്ളതാണ്. അവസരം നൽകാതെ ഒന്നും ചെയ്യത്തില്ല. നമ്മളെപ്പോലെ ധൃതി പിടിച്ച് ചാടിക്കേറി ആ വികാര ആവേശത്തിൽ കയറി ചെയ്തിട്ട് നമ്മളൊക്കെ ഇരുന്ന് പശ്ചാത്തപിക്കും. അങ്ങനെ ചെയ്യരുതായിരുന്നു, അത് പറയരുതായിരുന്നു എന്ന് വിലപിക്കുന്നവരായിരിക്കും. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം എപ്പോഴും മനുഷ്യന് മടങ്ങി വരുവാനും ദൈവത്തെ അനുസരിക്കുവാനും അവസരം എപ്പോഴും കൊടുക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നമ്മുടെ എന്തെങ്കിലും ബലഹീനതകളോ പോരായ്മകളോ കണ്ടാൽ ഉടനടി ചാടിക്കയറി ശിക്ഷിച്ച് നശിപ്പിക്കാൻ അത് ആഗ്രഹിക്കുന്നതിനല്ല. എന്നാൽ സ്നേഹവാനായ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾക്ക് മടങ്ങി വരുവാനും ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി അനുദപിച്ച് ദൈവേഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവസരം എപ്പോഴും തരും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അവസരം തരാതെ ഒരിക്കലും ദൈവം അത് നമ്മളെ എടുത്തു മാറ്റുകയില്ല. ഈ ഭൂമിയിൽ അവസരം തരും. ആ അവസരം എങ്ങനെ കണ്ട് നാം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. പലരും വാർദ്ധക്യം എത്തുമ്പോഴായിരിക്കും ജീവിതത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നത്. 70, 75, 80 വയസ്സൊക്കെയായി ആരോഗ്യമൊക്കെ ക്ഷയിച്ച് ശാരീരിക ക്ഷീണവും അവശതയൊക്കെ അനുഭവിച്ചിരിക്കുമ്പോഴാണ് പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കി ചിന്തിക്കുന്നത്, ദൈവത്തിന് വേണ്ടി എന്തു ചെയ്തു, കഴിഞ്ഞ നാളുകളിൽ കർത്താവിന് വേണ്ടി എന്തു ചെയ്യുവാൻ കഴിഞ്ഞു, കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിച്ചു, അതിനൊന്നും എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതായ ഒരു കുണ്ഠിതം മനുഷ്യനുണ്ടാകാറുണ്ട്. യൗവനത്തിൻ്റെ പ്രായത്തിൽ ദൈവവചനം കേട്ടാലും ചെവി കൊടുക്കാതെ തങ്ങളുടേതായ പാതയിൽ കൂടെ കുതിച്ച് മുന്നോട്ട് പോയി ഒടുവിൽ എല്ലാം കഴിഞ്ഞ് വാർദ്ധക്യം എത്തുമ്പോഴാണ് ചിന്തിക്കുന്നത്, കർത്താവിന് വേണ്ടി എന്തു ചെയ്തു. അപ്പോൾ പിന്നെ ആവേശമേറും. പക്ഷേ ആഗ്രഹിക്കുന്ന പോലെ എന്തെങ്കിലും ചെയ്യുവാനുള്ള ആരോഗ്യമോ പ്രാപ്തിയോ അന്ന് കാണുകയില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അന്യന്യരും പരമാർത്ഥികളുമായി ജീവിക്കണം. നാം ആയിരിക്കുന്ന ഈ ലോകം വക്രതയും കോട്ടവുമാണ്. എന്ന് വെച്ചാൽ വക്രതയും കോട്ടവുമുള്ള ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഒരു കാലത്ത് നാം തന്നിഷ്ടപ്രകാരം ജീവിച്ചു. ഇനി തന്നിഷ്ടപ്രകാരം ജീവിക്കുവാനുള്ളവരല്ല. ദൈവഹിതത്തിന്, ദൈവ ഇഷ്ടത്തിന്, ദൈവവചനപ്രകാരം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ നാം ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് നാം ദൈവവുമായിട്ടുള്ള നമ്മുടെ ആ ബന്ധം എങ്ങനെയായിരിക്കുന്നു എന്ന് ദിനംതോറും പരിശോധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ ദിവസവും നാം കർത്താവിനെ ഓർക്കാറുണ്ടോ, ഓർത്ത് സ്തുതിക്കാറുണ്ടോ, ഓർത്ത് മഹത്വപ്പെടുത്താറുണ്ടോ, ആ കർത്താവിൻ്റെ കാൽച്ചുവടിൽ ദിനംതോറും കടന്നു ചെല്ലാറുണ്ടോ, ദൈവവചനത്തിന് മുമ്പിൽ നാം സമയം ചിലവഴിക്കാറുണ്ടോ, നമ്മുടെ അധരങ്ങളാൽ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാറുണ്ടോ, അതോ വല്ലപ്പോഴും മാത്രം ദൈവത്തെ ഓർക്കുന്നവരും വല്ലപ്പോഴും ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നവരും
അതേ സമയം കിട്ടിയാൽ മാത്രം ദൈവവചനം ധ്യാനിക്കുന്നവരും ആണോ എന്ന് നാം ഒന്ന് വിലയിരുത്തണം. കാരണം ജീവിതം വളരെ വിലപ്പെട്ടതാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. യിരെമ്യാ പ്രവചനത്തിൽ പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് പറയുന്നൊരു വാചകമാണ്. 5-ാം അധ്യായത്തിൻ്റെ 1-ഉം 3-ഉം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവരുണ്ടോ? അവിടെ ഒരു ചോദ്യചിഹ്നം കൂടെ കൊടുത്തിട്ടുണ്ട്. ന്യായം പ്രവർത്തിക്കണം, വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരു ചോദ്യം ചോദിച്ചിട്ട് പറയുകയാണ്, ഒരുത്തനെ കാണുമോ എന്ന് യെരൂശലേമിൻ്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിൻ്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യുവിൻ. കണ്ടു എങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. നോക്കണം. ദൈവം പറയും, യെരൂശലേം പട്ടണം, അവിടുത്തെ ജനത്തിൻ്റെ അവിടുത്തെ അവസ്ഥ പറയുക. അവിടെ ആ പട്ടണത്തിൽ ന്യായവുമില്ല, വിശ്വസ്തതയുമില്ല. എല്ലാവരും തങ്ങളുടെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് കർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവവചനം ഉപേക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ വാതയിൽ കൂടെ മുന്നോട്ട് കുതിച്ചു വായുമ്പോൾ പ്രവാചകൻ മുഖാന്തരം, അഥവാ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനോട് പറയുക, ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ആരെങ്കിലും യെരൂശലേം പട്ടണത്തിൽ ഉണ്ടെങ്കിൽ ക്ഷമിക്കുമെന്ന് നോക്കണം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഓരോ ദൈവ പൈതലും ചിന്തിക്കണം. ജീവിതത്തിൽ ന്യായം പ്രവർത്തിക്കാറുണ്ടോ? അന്യായത്തിന് കൂട്ട് നിൽക്കാറുണ്ടോ? അന്യായം പ്രവർത്തിക്കാറുണ്ടോ? മറ്റൊന്ന്, വിശ്വസ്തത കാണിക്കാറുണ്ടോ? അതെ, നാം ചിന്തിക്കണം. ദൈവം ഏറ്റവും നമ്മിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയാണ്. നാം വിശ്വസ്തനായിരിക്കണം. അത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ വഴികളിലും നാം വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ആഗ്രഹമുണ്ട്. കാരണം കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിടുവിക്കപ്പെട്ട തൻ്റെ മക്കൾ ഈ ഭൂമിയിൽ അതേ വിശ്വസ്തരായിരിക്കണം. അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: യഹോവേ, നിൻ്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? നോക്കണം. ആ 3-ാം വാക്യത്തിൻ്റെ പ്രാരംഭത്തിൽ പറയുക, യഹോവേ, നിൻ്റെ കണ്ണ് വിശ്വസ്തയല്ലയോ നോക്കുന്നത്? നമ്മുടെ സൗന്ദര്യമല്ല, നമ്മുടെ ധനത്തിൻ്റെ ശേഷിയല്ല, നമ്മുടെ ആരോഗ്യമല്ല, പിന്നെയോ ദൈവം നോക്കുന്നത് നമ്മിൽ നിന്ന് വിശ്വസ്തതയാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നാം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, നാം ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, ഭവനത്തിൽ, ഭാര്യയോട്, ഭർത്താവിനോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട്, ഇടപെടുന്ന സഹപ്രവർത്തകരോട്, ജോലി മണ്ഡലങ്ങളിൽ, എന്ത് വേണ്ട ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയാണ്. വിശ്വസ്തത പുലർത്താതെ നാം കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്താലും അതിന് കർത്താവിന് മുൻപാകെ ഒരു മാന്യതയുണ്ടാകത്തില്ല. അന്യായമായ വഴികളിൽ കൂടെ നടക്കാതെ, അന്യായമായി സമ്പാദിക്കാതെ, വളഞ്ഞ വഴിയിൽ കൂടെ നടക്കാതെ കാണുന്ന ഒരു കണ്ണ്, ഓർത്തുള്ള ഓരോ ദൈവവൈതലും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം, എന്നെ കാണുന്ന ഒരു കണ്ണ് സ്വർഗത്തിലുണ്ട്. വേദപുസ്തകം വായിക്കുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണെന്ന് പറഞ്ഞാൽ ആ കണ്ണുകൊണ്ട് സകലത്തെയും ശോധന ചെയ്യുന്നതാണ്. ആ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അപ്പം ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം വിശ്വസ്തരായിരിക്കണം. അതുണ്ടെങ്കിൽ അതൊരനുഗ്രഹം തന്നെയാണ്. അന്യായമായി സമ്പാദിക്കരുത്, അന്യ വഴിയിൽ കൂടെ നടക്കരുത്. അതേ, കഴിവ് കുറവായിരിക്കാം, പ്രാപ്തി കുറവായിരിക്കാം, സാരമില്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവിന് മുൻപാകെ വിശ്വസ്തത കാണിക്കണം. അത് കർത്താവിന് പ്രസാദമാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നാമും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇവിടെ വായിക്കുകയാണ്, യഹോവേ, നിൻ്റെ കണ്ണ്, അതേ കർത്താവിൻ്റെ കണ്ണ്, അതേ വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? കർത്താവ് നമ്മിൽ നിന്ന് നോക്കുന്നത് മറ്റൊന്നുമല്ല. ഓരോ ദൈവവിധത്തിലും അറിഞ്ഞിരിക്കണം, നമ്മുടെ കർത്താവ് അതേ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മിൽ നിന്ന് നോക്കുന്നത് അതേ വിശ്വസ്തതയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നാം ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ, കുടുംബത്തോട്, സമൂഹത്തോട് ഇടപെടുന്ന ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വിശ്വസ്തത പുലർത്തുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ പ്രവാചകൻ മുഖാന്തരം ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനോട് പറയുക, യഹോവേ, നിൻ്റെ കണ്ണ് വിശ്വസ്തയല്ലയോ നോക്കുന്നത്? അവർ പറയാം, നീ അവരെ അടിച്ചു, എങ്കിലും അവർക്ക് വേദനപ്പെട്ടില്ല. ദൈവം തന്നെ ദാസന്മാർ മുഖാന്തരം ആലോചന പറഞ്ഞു, അവർ വഴങ്ങുന്നില്ല.
തങ്ങളുടെ വഴിയിൽ കൂടെ പോകുക, ന്യായം പ്രവർത്തിക്കുന്നില്ല, അവരുടെ ജീവിതത്തിൽ വിശ്വസ്തതയുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷിച്ച് വീണ്ടെടുത്ത നമ്മുടെ കർത്താവിന് മുൻപാകെ ഒരു പരമാർത്ഥ ഹൃദയത്തിൻ്റെ ഉടമകളായിരിക്കണം. സകല വഴികളിലും യോശുവയെപ്പോലെ അനുസരണവും അത് ദൈവഭയവും നീതിയും വിശുദ്ധിയും കാത്തുപാലിക്കുന്നവരായി തീരുവാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ കർത്താവിന് മുൻപാകെ അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ള കർത്താവിന് മുൻപാകെ നമുക്ക് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവവചനത്തോട് പരിശുദ്ധാത്മാവിനോട് എല്ലാ മേഖലയിലും വിശ്വസ്തരായിരുന്നു കൊണ്ട് കർത്താവിനെ സേവിച്ചും സ്നേഹിച്ചും കർത്താവ് തന്ന ആയുസ് കർത്താവിന് വേണ്ടി പ്രയോജനകരമായി തീരുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വചനത്തിന് മുമ്പ് നമ്മളെ തന്നെ സമർപ്പിച്ച്, കർത്താവേ, ഈ വചനം ഞാൻ അനുസരിക്കും, ഈ വചനം എൻ്റെ കാലിന് ദൈവവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കും, ഈ വചനം വിട്ട് ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും മാറുകയില്ല, ഈ വചനം ഞാൻ രാവും പകലും എന്നുള്ളതായ ഉറത്ത തീരുമാനത്തോടെ, ഉറച്ച തീരുമാനത്തോടെ കർത്താവിനെ സേവിച്ചും സ്നേഹിച്ചും കർത്താവ് തന്നിരിക്കുന്ന ആയുസ് ഭയഭക്തിയോടെ നീതിയോടെ വിശുദ്ധിയോടെ ജീവിച്ച് നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിച്ച് മുന്നേറാം. അതിന് കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.